അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം ഊഴം ലഭിച്ച് ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതോടെ ലോകം ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ റഷ്യ, യുക്രൈൻ, ഇസ്രയേൽ, ഇറാൻ രാഷ്ട്രങ്ങളെ മാത്രമല്ല ബാധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിക്കാൻ മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഒരു നീണ്ട നിരയാണ് ഇത്തവണ കാണാനായത്. അമേരിക്കയിലെ മാറ്റം ലോകരാജ്യങ്ങളുടെ സുരക്ഷയിലും വ്യാപാരത്തിലും നല്ല രീതിയിൽ പ്രകടമാകും എന്ന സൂചനയാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്ന് ലോക സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചിലവ് ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. 2014 റഷ്യ ക്രിമിയ ആക്രമിച്ചതിനെ തുടർന്ന് നാറ്റോ അംഗങ്ങൾ പ്രതിരോധ ചിലവ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് GDP 2% ഉയർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയുണ്ടായി. നാറ്റോയുടെ അഭിപ്രായത്തിൽ അത് നേടാൻ ഈ 2024 വരെ അവർക്ക് സമയമെടുത്തു എന്നതാണ് സത്യം. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത പാശ്ചാത്യർ പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് റഷ്യ ഉയർത്തുന്ന ഭീഷണി അമേരിക്കൻ ഇടപെടലിലൂടെ കുറയുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നത്. അതേസമയം യുക്രൈനിലുള്ള $61 ബില്യൺ സൈനിക സഹായം വൈകിപ്പിക്കാൻ ട്രംപ് കഴിഞ്ഞ വർഷം കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ആശങ്കയിലാണ്. എന്നാൽ ഫ്രാൻസും ജർമ്മനിയും സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന ശക്തമായ ഫെഡറൽ സംവിധാനമുള്ള രാജ്യങ്ങളാണ്. അവർ അമേരിക്കൻ നയങ്ങളെ പൂർണ്ണമായും പിന്തുടരണമെന്നില്ലെന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ യൂറോപ്പിലെ ഡാരൻഫോർഡ് പ്രോഗ്രാമിന്റെ ഡയറക്ടർ ദിമിത്തർ ബെച്ചേവ് പറഞ്ഞു. ജനുവരി അവസാനം ട്രംപ് വൈറ്റ് ഹൗസിൽ വരുന്നത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഐക്യം യൂറോപ്പിൽ കാണാൻ പോവുകയാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ട്രംപിന്റെ സ്വയം ഭരണത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ എതിർക്കാനാണ് കൂടുതൽ സാധ്യത. യൂറോപ്യൻ പ്രതിരോധ വിപണി സ്വയംഭരണാവകാശം നേടണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെ അത് യൂറോപ്പിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തിന് വഴിയൊരുക്കും. ട്രംപും പുടിനും യഥാർത്ഥത്തിൽ യൂറോപ്പിനെ പുതിയ സാമ്പത്തിക സാമൂഹിക രീതിയിലേക്ക് മാറ്റുമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. യൂറോപ്പിൽ നിന്നുള്ളവ ഉൾപ്പെടെ എല്ലാ ഇറക്കുമതികൾക്കും 10% തീരുവയും എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും 60% തീരുവയും ചുമത്തുമെന്ന ട്രംപിന്റെ വാഗ്ദാനമാണ് ഇപ്പോൾ കൂടുതൽ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. യൂറോപ്യൻ കൃഷി, ഉൽപാദനം, വ്യാപാരം എന്നിവയ്ക്കെതിരായ അമേരിക്കൻ സാമ്പത്തിക ആക്രമണമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള സാധ്യതയുള്ളത്. യൂറോപ്യൻ നേതാക്കൾക്ക് ട്രംപിന്റെ വിജയം അപകട സൂചനകളാണ് നൽകുന്നത്. സഖ്യങ്ങളിൽ നിന്നും ധാരണകളിൽ നിന്നുമുള്ള പിന്മാറ്റം, കാലാവസ്ഥാ വ്യതിയാനത്തിലെ നയമാറ്റം എന്നിവ യൂറോപ്പിനെ അമേരിക്കയ്ക്കെതിരെ ഒന്നിപ്പിക്കുമെന്നാണ് സൂചന. അതേസമയം ചൈനയ്ക്ക് വ്യാപാര യുദ്ധമാണ് ആശങ്ക. അത് പ്രകടമാക്കിയും കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് യൂറോപ്പ് അമേരിക്കയിൽ വിൽക്കുന്ന കാറുകൾക്ക് നികുതി കൂട്ടുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ട്രംപ് വിജയിച്ചതോടെ BMW, മെഴ്സിഡീസ്, വോക്സ്വാഗൺ എന്നിവയുടെ ഓഹരി വില 5 മുതൽ 7% വരെ ഇടിഞ്ഞു. അമേരിക്കയാണ് ജർമ്മൻ കാറുകളുടെ ഏറ്റവും വലിയ വിപണി. മുൻപ് യൂറോപ്യൻ സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതിക്ക് നികുതി ചുമത്തിയപ്പോൾ ലീവൈസ് ജീൻസിനും ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളിനും നികുതി ചുമത്തി തിരിച്ചടിച്ചിരുന്നു യൂറോപ്പ്. ഇതൊക്കെ ആവർത്തിച്ചാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് വ്യാപാര യുദ്ധത്തെ ബ്രിട്ടനും മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം ഊഴം ലഭിച്ച ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രഥമ പരിഗണന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിരിക്കും. അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1200 കിലോമീറ്റർ നോ വാർ സോണാക്കുക എന്നതാണ്. നേരത്തെ താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകുക എന്നതായിരിക്കും മറ്റൊരു പ്രധാന നിർദ്ദേശം. കൂടാതെ നാറ്റോയിലെ യുക്രൈന്റെ നാറ്റോ അംഗത്വം റദ്ദാക്കുക, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കാവൽ ഏർപ്പെടുത്തുക എന്നിവയാണ് ട്രംപിന്റെ നിർദ്ദേശങ്ങളെന്നും സൂചനയുണ്ട്.